പൊന്നന്റെ നായാട്ടു രംഗങ്ങൾ മനസ്സിൽ തെളിഞ്ഞതോടെ എന്റെ പ്രായത്തിന്റെ മീറ്റർ 20 വർഷങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു. ഇതുപോലൊരു പാണ്ടിലോറിയിൽ ഞാനും നാച്ചിമുത്തു കൗണ്ടറും കൂടി മദ്രാസിൽ നിന്നും സേലത്തേക്ക് നടത്തിയ ഒരു യാത്രയുടെ മറക്കാനാവാത്ത ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞു. ആ പാണ്ടിലോറി മുന്നോട്ടു പാഞ്ഞുകൊണ്ടിരുന്നു. അവിവാഹിതനും യുവാവുമായ എനിക്ക് സമീപം ദൈവതുല്യനായ നാച്ചിമുത്തു കൗണ്ടറാണ് ഇരിക്കുന്നത്. നാച്ചിമുത്തു കൗണ്ടർ എനിക്ക് ദൈവതുല്യനാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആകാൻ ആഗ്രഹിക്കുന്നു. മദ്രാസിൽ വച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. എന്നെപ്പോലെ കഥയും സംവിധാനവും ഛായാഗ്രഹണവുമെല്ലാം ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഒരാളെ ഒത്തുകിട്ടിയതിന്റെ ത്രില്ലിലാണ് കൗണ്ടർ. സേലത്തിനടുത്തുള്ള കുള്ളിഹിൽസിന്റെ അടിവാരത്തുള്ള മുത്തുകാപ്പട്ടിയാണ് കൗണ്ടറുടെ ഗ്രാമം. കരിമ്പും വാഴയും തെങ്ങുമെല്ലാം തിങ്ങി നിറഞ്ഞ ഹരിതമനോഹരമായ 300 ഏക്കർ ഭൂമിയുടെ ഉടമയാണ് കൗണ്ടർ. കൗണ്ടർ എന്തോ പറയാൻ ഭാവിക്കുകയാണ്. എന്ന കൗണ്ടറെ, ഒരു പടം മുടിക്കാൻ എത്ര വാരം വേണം? അത് വന്ന് ഒരു 4 വാരം 5 വാരം പോതും. ഒരു പടത്തുക്കുള്ള സ്റ്റോറി മുടിക്കാൻ എത്ര വാരം വേണം? അത് പറവാലിയ 1 മാസം 2 മാസം പോതും. അപ്പടിയാ? ആമാ. എന്നോട് കരിമ്പ് വെട്ടാൻ എത്ര മാസം വേണമെന്ന് ഉനക്കു തെരിയുമാ? നീങ്ക ചൊന്നാത്താൻ തെരിയും. ചൊല്ലിത്തരാം. കറക്റ്റാ 2 മാസം. അപ്പടിയാ? അപ്പടിതാൻ ദാസണ്ണ. ഇന്നേക്ക് 2ആം മാസം കരിമ്പ് വെട്ടിടും. കരിമ്പ് വെട്ടി മുടിച്ച് ശീഘ്രമാ പടം സ്റ്റാർട്ട് പണിടും. അതുക്കു മുന്നാലെ നീങ്ക സ്റ്റോറി മുടിച്ചിടുമാ? എന്ന സന്ദേഹം കണ്ടിപ്പാ മുടിച്ചിടും. സന്ദേഹമൊന്നുമില്ല ദാസണ്ണ. എന്റെ പ്ലാൻ ഉങ്ങൾക്ക് തെരിയണം. അതുക്കു മട്ടും ഞാൻ ചൊന്നത്. ലോറി നിന്നു. ഞാൻ പുറത്തേക്ക് നോക്കി. ദാസണ്ണ, ഇതു താൻ എൻ ഊര് മുത്തുകാപ്പെട്ടി. ഞങ്ങൾ പുറത്തേക്കിറങ്ങി. 10ഓളം കാളവണ്ടികളുടെ ഉടമയായ കൗണ്ടറെ കാത്ത് ഒരു ഡീലക്സ് കാളവണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇനിയുള്ള യാത്ര ഒരു കാളവണ്ടിയിലാണ്. വയലിനു നടുവിലൂടെയുള്ള മൺറോഡിലൂടെ കാളവണ്ടി ഇളകിയാടി താളത്തോടെ മുന്നോട്ടു നീങ്ങി. റോഡിൽ കണ്ടവരും വയലിൽ പണിയെടുക്കുന്നവരുമെല്ലാം കൗണ്ടറുടെ കാളവണ്ടി വരുന്നത് കണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ ഒതുങ്ങി മാറി നിന്നു. കൃഷിഫാമിലെ ഒരു ചെറിയ വീടിനു മുന്നിൽ വണ്ടി നിന്നു. ഇതു താൻ ഉങ്ങളുടെ വസതി, എഴുത്തു വീട്, പുരിഞ്ചിത എല്ലാം ഞാൻ റെഡി പണ്ണീരു ദാസണ്ണ പാറുമ്പോ. ശരിയായിരുന്നു. നാച്ചിമുത്തു കൗണ്ടർ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ റെഡി പണിയിരുന്നു. കുശിനിക്കാരനായി ചിന്നൻ എന്ന പയ്യനെയാണ് നിയമിച്ചിരിക്കുന്നത്. എന്റെ ആഹാരകാര്യങ്ങൾ നോക്കുന്നത് കൂടാതെ എനിക്ക് സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരുന്നതും അവനാണ്. പിറ്റേ ദിവസമാണ് നായാട്ടുകാരൻ പൊന്നൻ വെടിയിറച്ചിയുമായി വരുന്നത്. വെടിയിറച്ചി കൂടാതെ ഇടയ്ക്കിടെ വാറ്റുചാരായം എത്തിച്ചു തരുന്നതും പൊന്നനാണ്. വെടിയിറച്ചി കിട്ടാത്ത ദിവസങ്ങളിലാണ് കുശിനിക്കാരൻ ചിന്നന്റെ കഴിവുകൾ പുറത്തുവരുന്നത്. ചിന്നൻ മീൻപിടുത്തതിൽ ബഹുകേമൻ തന്നെ. കുളത്തിൽ കിടന്നു തുള്ളിപ്പിടക്കുന്ന തുടവണ്ണമുള്ള ബരാലുകളെ ചിന്നൻ പിടിച്ചെടുക്കുന്ന വിദ്യ കാണാൻ ഭൂരസമാണ്. ആദ്യമായി ചിന്നൻ ഒരു കോഴിമുട്ടയെടുത്ത് അതിന്റെ മുകൾ ഭാഗം പൊട്ടിച്ച് ഒരു ചൂണ്ടൽ അതിനുള്ളിൽ ഇറക്കുന്നു. പിന്നീട് ചൂണ്ടയോടൊപ്പം മുട്ട പുഴുങ്ങുന്നു. പുഴുങ്ങിയ മുട്ട വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുന്നു. ഇപ്പോൾ ചൂണ്ട കോഴിമുട്ടക്കുള്ളിൽ ഉറച്ചിരിക്കും. ഇനി മുട്ടയുടെ തോട് പൊളിച്ചു കളയാം. തുടർന്ന് ചൂണ്ടയുടെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന വെളുത്ത മുട്ടയുമായി ഞങ്ങൾ കുളക്കരയിലേക്ക് പോകും. മുട്ട കുളത്തിലേക്കിടും. പുഴുങ്ങിയ വെളുത്ത മുട്ട കാണുന്ന മാത്രയിൽ കുളത്തിലെ ബരാലുകളുടെ വായിൽ വെള്ളമൂറും. ബ്ലക്ക് എന്ന ശബ്ദത്തോടെ മുട്ട ബരാലിന്റെ വായിലാകും. മുട്ട ബരാലിന്റെ പള്ളയിലായി എന്ന് ചിന്നന് ബോധ്യമായാൽ ഒരൊറ്റ വലിയാണ്. ഭയങ്കരന്മാരായ ബരാലുകൾ ചിന്നന്റെ ചൂണ്ടയിൽ കിടന്നു പുളയും. ഇതൊക്കെയാണെങ്കിലും ചിന്നന്റെ ഹീറോ എന്നും പൊന്നൻ തന്നെയാണ്. വീട്ടുജോലികൾക്കിടയിൽ ചിന്നൻ പൊന്നന്റെ വീരകൃത്യങ്ങൾ വർണ്ണിച്ചു കേൾപ്പിക്കും. ക്രമേണ ഞാനും പൊന്നന്റെ ഒരു എളിയ ആരാധകനായി മാറി. നായാട്ടുവീരനായ പൊന്നൻ നാടൻ തോക്കുമുതൽ ഇരട്ടക്കുഴയുള്ള തോക്കുവരെ യഥേഷ്ടം കൈകാര്യം ചെയ്യാനറിയാം. പൊന്നന്റെ തോക്കിൽ നിന്നും പാഞ്ഞുപോയ ഒരൊറ്റ വെടിയുണ്ടയും ഇതുവരെ പാഴായിട്ടില്ല. അങ്ങനെയിരിക്കെ ഞാൻ പൊന്നന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വേട്ടക്കിടയിൽ പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കുമ്പോൾ വെടിയുണ്ടകളെക്കുറിച്ചും തോക്കുകളെക്കുറിച്ചും ഓരോ തോക്കുകളുടെയും റേഞ്ചിനെക്കുറിച്ചും പൊന്നൻ എനിക്ക് തിയറി ക്ലാസുകൾ എടുക്കും.
ഓരോരോ കാട്ടുമൃഗങ്ങളെക്കുറിച്ചും അവറ്റകളുടെ കായിക ശക്തിയെക്കുറിച്ചും സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചും സ്പെഷ്യൽ ക്ലാസുകൾ എടുക്കും. ഞാൻ സാവകാശം ഒരു വേട്ടക്കാരനായി മാറുകയാണ്. ഞങ്ങൾ കാട്ടുപന്നികളെ വെടിവെക്കുന്നത് നിലാവുള്ള രാത്രികാലങ്ങളിലാണ്. വെടികൊണ്ട പന്നി വീണില്ലെങ്കിൽ വെടിശബ്ദം പുറപ്പെട്ട ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു വരുമെന്ന കാര്യം ഉറപ്പാണ്. നിലാവുള്ള രാത്രികാലങ്ങളിൽ പന്നിയുടെ റിയാക്ഷൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും കഴിയും. ലൈറ്റ് അടിച്ചാൽ പകച്ചു നിൽക്കാറുള്ള മുയലുകളെയും മ്ലാവുകളെയും എല്ലാം വെടിവെക്കാൻ എളുപ്പം നിലാവില്ലാത്ത രാത്രികാലങ്ങളിലാണ്. ലൈറ്റ് അടിക്കുമ്പോൾ കൂരിരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകൾക്കിടയിലേക്ക് നിറയൊഴിക്കുകയേ വേണ്ടൂ. കാട്ടുപോത്തുകളെ വെടിവെക്കാൻ കൂടുതൽ സൗകര്യം പകൽ തന്നെ. ചക്കയുടെ മടൽ ഒന്നൊന്നായി ഇട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് ഇവറ്റകളെ ആകർഷിച്ചു കൊണ്ടുവരാനും വെടിവെച്ചിടാനും കഴിയും. അങ്ങനെയൊരിക്കൽ ഞാനും നാച്ചിമുത്തു കൗണ്ടറും പൊന്നന്റെ നേതൃത്വത്തിൽ പന്നിവെടിക്കു പോയി. ഒച്ചയും അനക്കവും കേൾപ്പിക്കാതെ കാട്ടിലൂടെ ഞങ്ങൾ നടന്നു. നിലാവുള്ളതിനാൽ കണ്ണു കാണാം. കാട്ടുപൊന്തകൾ ഞെരിഞ്ഞുമരുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ നിന്നു. പൊന്നൻ ചെവി കൂർപ്പിച്ചു. പന്നിയാണ്, പൊന്നൻ പറഞ്ഞു. ഞങ്ങൾ 3 കോണുകളിലായി പതുങ്ങിയിരുന്ന് തോക്കുകൾ റെഡിയാക്കി. ഇനി ശബ്ദിക്കാൻ പാടില്ല. കൈത്തണ്ടകളിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കറുത്ത ചരടിലൂടെയാണ് ഞങ്ങൾ സന്ദേശങ്ങൾ കൈമാറുന്നത്. ആരെങ്കിലും ചരടിൽ പിടിച്ചു വലിച്ചാൽ അതിനർത്ഥം പന്നി അയാളുടെ തോക്കിന്റെ റേഞ്ചിലെത്തിയെന്നും അയാൾ വെടിവെക്കാൻ പോകുന്നു എന്നുമാണ്. ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ക്ഷമ കെട്ട സമയത്ത് പൊന്നൻ ചരടിൽ പിടിച്ചു വലിച്ചു. അടുത്ത നിമിഷം വെടി പൊട്ടി. വെടിയുടെ മിന്നൽ വെളിച്ചത്തിൽ പന്നി കാട്ടുപൊന്തയിലേക്ക് തെറിച്ചു വീഴുന്നത് ഞങ്ങൾ കണ്ടു. അല്പനേരം കാത്തിരുന്ന് അനക്കമില്ല എന്ന് ബോധ്യമായപ്പോൾ അപകടകരമായ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവരും നടന്നെടുത്തു. പന്നിയെ ആ ഭാഗത്തെങ്ങും കണ്ടതേയില്ല. സാധാരണയായി പന്നിയുടെ മുൻകാലുകൾക്ക് തൊട്ടുപിന്നിലാണ് വെടിവെക്കേണ്ടത്. അവിടെയാണ് വെടിവെച്ചത്. എന്നാൽ വെടി പന്നിക്കു ശരിക്കും കൊണ്ടോ എന്ന സംശയം ഞങ്ങളിൽ ബാക്കിയായി. വെടികൊണ്ടെന്ന കാര്യത്തിൽ പൊന്നന് സംശയമില്ല. പൊന്നൻ പറഞ്ഞാൽ പിന്നെ തർക്കമില്ല, വെടികൊണ്ടിരിക്കും. ശരിയാണ്, വെടികൊണ്ടിട്ടുണ്ട്. രക്തത്തുള്ളികൾ അവിടവിടെ വീണുകിടപ്പുണ്ട്. ഞങ്ങൾ രക്തത്തുള്ളികളെ പിന്തുടർന്നു. സാധാരണയായി വെടിയേറ്റ ഒരു പന്നി 100 അടിയിലധികം പോകാറില്ല. എന്നാൽ ഈ പന്നിയെ ആ ദൂരപരിധിക്കുള്ളിലൊന്നും കാണാനായില്ല. ഇനി ഒരൊറ്റ സ്ഥലത്ത് മാത്രം നോക്കിയാൽ മതി. വെടികൊണ്ടു അവശനായ പന്നി പരവേശപ്പെട്ട് വെള്ളം കുടിക്കാനായി ഉറവച്ചാലിലേക്ക് പോയിട്ടുണ്ടാവും. ആ പ്രദേശത്തെ കാട്ടുമൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കുന്നത് അതേ ഉറവച്ചാലിൽ നിന്നാണ്. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ അങ്ങോട്ട് പാഞ്ഞു. ഉറവച്ചാലിലേക്ക് മൃഗങ്ങൾ ഇറങ്ങിവരാറുള്ള വഴിയുടെ നേരെ എതിർവശത്തായി പതുങ്ങിയിരുന്ന് ഞങ്ങൾ ഒന്നും റെഡിയാക്കി. കറുത്ത ചരട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. യാതൊരനക്കവുമില്ല. വേട്ടക്കാരന്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുകയാണ്. ഒരു ബീഡി വലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അല്പം കഴിഞ്ഞപ്പോൾ ചരടിൽ കരുതലോടെയുള്ള ഒരു വലിവ് അനുഭവപ്പെട്ടു. പൊന്നനാണ് വലിക്കുന്നത്. വെടികൊണ്ട് രക്തം വാർന്ന് ക്ഷീണിച്ചവശനായ പന്നി വെള്ളം കുടിക്കാനായി നീർച്ചാലിലേക്ക് മുടന്തി വരികയാണ്. എന്നാൽ പന്നിയുടെ തൊട്ടു പിന്നിലായി 2 വലിയ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ക്ഷീണിച്ചവശനായ പന്നിയെ പിടിക്കാനായി പിന്നാലെ പതുങ്ങി വന്ന ഒരു പുള്ളിപ്പുലിയായിരുന്നു അത്. പൊന്നൻ ഒന്ന് സംശയിച്ചു. പന്നിയെ വെടിവെക്കണോ പുലിയെ വെടിവെക്കണോ? ചെറിയൊരു പിശക് പറ്റിയാൽ 3 മനുഷ്യജീവന് അപകട സാധ്യതയുള്ള സന്ദർഭമാണ്. ക്യാപ്റ്റനായ പൊന്നന്റെ നിർണായക തീരുമാനത്തിനായി ഞങ്ങൾ കാത്തിരുന്നു. അവസാനം തുടർന്ന് കേട്ടത് പന്നിയും പുലിയും തമ്മിലുള്ള മൽപ്പിടുത്തത്തിന്റെ ശബ്ദകോലാഹലങ്ങളാണ്. അല്പം കഴിഞ്ഞപ്പോൾ സർവത്ര ശാന്തത. എന്താണ് സംഭവിച്ചതെന്ന് ഒരു രൂപവുമില്ല. ഞങ്ങൾ കരുതലോടെ സാവകാശം സംഭവസ്ഥലത്തേക്ക് അടിവെച്ചടി വെച്ചു നീങ്ങി. വ്യാഘ്രങ്ങൾ രണ്ടും ചത്തുമലച്ച് ചോരയിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. സംഭവിച്ചതെന്തെന്ന് പൊന്നൻ വിശദീകരിച്ചു.
പന്നിയെ വെടിവെച്ചാൽ ഒരുപക്ഷെ പുലി ഞങ്ങളെ ആക്രമിച്ചേക്കുമെന്ന് സംശയിച്ച പൊന്നൻ പുലിയുടെ കണ്ണുകൾക്കിടയിലാണ് ലക്ഷ്യം കണ്ടത്. പുലി പന്നിയുടെ മുകളിലേക്ക് ചാടിയ നിമിഷമാണ് പുലിക്ക് വെടികൊണ്ടത്. വെടികൊണ്ട പുലി പന്നിയുടെ പുറത്തേക്ക് ചാടിയതും പന്നി പുലിയെ തിരിച്ചാക്രമിച്ചതും ഒരുമിച്ചായിരുന്നു. രണ്ടും കൂടിയുള്ള കടിപിടിയും കെട്ടിമറിച്ചിലും എന്തിനേറെ പരസ്പരം കടിച്ചു കീറിയ രണ്ടു മൃഗങ്ങളും ചത്തുവീണു. നേരം വെളുക്കാറായിരുന്നു. കാട്ടിനുള്ളിലെ ആ നിഗൂഢ ലോകത്ത് ഉറക്കെ കൂവി വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സിഗ്നലുകൾ ഗ്രാമവാസികൾക്ക് കൈമാറി. വെടിയൊച്ചയും കൂവലും കേട്ടാൽ അവർക്കു കാര്യം മനസ്സിലാവും. തുടർന്ന് മറുഭാഗത്തു നിന്നുള്ള കൂക്കി വിളി സിഗ്നലുകൾ ഞങ്ങൾക്കും കിട്ടിത്തുടങ്ങി. അല്പനേരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളുടെ ആരവം അടുത്തടുത്തു വന്നു. പുള്ളിപ്പുലിയെയും കാട്ടുപന്നിയെയും വലിയ കാട്ടുപത്തലുകൾ വെട്ടിയെടുത്ത് അതിന്മേൽ കെട്ടി ഞാത്തിയിട്ട് ആർപ്പുവിളികളും ആരവവുമായി ആഹ്ലാദത്തിമിർപ്പോടെ അവർ മുന്നോട്ടു നീങ്ങി. നായാട്ടുകാരായിരുന്ന ആദിമ ഗോത്രവർഗക്കാരെ അനുസ്മരിപ്പിക്കും വിധം ഞങ്ങളും അവരോടൊപ്പം മുന്നോട്ടു നീങ്ങി. കഥയെഴുതാൻ വന്ന ഞാൻ കഥയില്ലാത്ത ഒരു നായാടിയായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഉന്നം പിഴക്കാത്ത ഒരു വെടിക്കാരനായി മാറി. ഒരിക്കൽ ഒരു നായാട്ടിനിടയിൽ പൊന്തക്കാട്ടിൽ ഒരു മുയൽ പതുങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടു. മുയൽ അനങ്ങുന്നില്ല. വെടിവെക്കാൻ പറ്റിയ സമയം. ഞാൻ ഒന്നും നോക്കി. വെടി പൊട്ടി. ലക്ഷ്യം തെറ്റിയില്ല. മുയൽ പിടഞ്ഞു വീണു. ഞാൻ മുയലിനെ എടുക്കാനായി അടുത്തു ചെന്നു. വെടികൊള്ളുമ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുയൽ പാതി പ്രസവിച്ച നിലയിൽ ചത്തുകിടക്കുന്ന ദയനീയ കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ ദയനീയ ദൃശ്യം കിരാതമായ എന്റെ വേട മനസ്സിന്റെ സൂക്ഷ്മതലങ്ങളിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ആ അമ്മയെയും കുഞ്ഞിനെയും ഞങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ചു. മൃഗയ വിനോദങ്ങളോടുള്ള എന്റെ കമ്പം അതോടെ അവസാനിച്ചു. തോക്ക് തുടച്ചു വൃത്തിയാക്കി ആയുധവിദ്യയുടെ ആചാര്യനായ പൊന്നനെ ഞാൻ തിരികെ ഏൽപ്പിച്ചു. ചാമി ചാമി എഴുന്നിടുങ്കോ ചാമി, മധുരയെത്തി ചാമി എഴുന്നിടുങ്കോ. ലോറി ഡ്രൈവർ എന്നെ കുലുക്കി വിളിച്ചു. ഞാൻ കണ്ണു തുറന്നു. പ്രഭാതമായിരിക്കുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ഭജനഗാനങ്ങൾ ഉയർന്നു കേൾക്കാം. ലോറി ഡ്രൈവർക്കു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ റോഡിലേക്കിറങ്ങി. വരട്ടുമാ ചാമി പാക്കലാം. അയാൾ യാത്ര പറഞ്ഞു. ഞാൻ കൈയുയർത്തി ചിരിച്ചു തല കുലുക്കി. ലോറി അങ്ങു ദൂരെ മറഞ്ഞു. Thank you for watching. Stay tuned for the next episode. Goodbye.